എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുത്തിയുള്ള വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങളിലേക്ക് കടക്കാം. കാലാവസ്ഥ അധിഷ്ഠിതമായിട്ടുള്ള വിള ഇൻഷുറൻസിനുള്ള രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ടുള്ള പോർട്ടൽ ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. ജൂലൈ 5 മുതൽ ജൂലൈ 15 വരെ കർഷകർക്ക് പോർട്ടലിൽ ഖരീഫ് 2025 സീസൺ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. മുൻ വർഷങ്ങളിൽ 10,000-കണക്കിന് കർഷകർ ഒരു മാസം കൊണ്ട് ഇൻഷുറൻസ് എൻറോൾമെന്റ് ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ 10 ദിവസം കൊണ്ട് എങ്ങനെ എൻറോൾമെന്റ് പ്രക്രിയ പൂർത്തീകരിക്കുമെന്ന ആശങ്കയിലാണ് അംഗീകൃത ഇൻഷുറൻസ് ബ്രോക്കർമാരും ഏജന്റുമാരും. നിലവിലുള്ളവർക്കെങ്കിലും രജിസ്ട്രേഷൻ നടത്തുവാനുള്ള ശ്രമത്തിലാണവർ. അക്ഷയ സെന്ററുകളിലും അവസരമുണ്ട്. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയിൽ ഈ സീസണിലെ രജിസ്ട്രേഷനുള്ള സമയപരിധി ജൂൺ 30 അവസാനിച്ചതാണ്. പക്ഷേ പോർട്ടൽ ഇതുവരെ തുറന്നിട്ടില്ലായിരുന്നു. പേമാരിയും ഉരുൾപൊട്ടലും അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ സംഭവിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ നഷ്ടത്തിനിടയിൽ സഹായമായാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ ഒരു സീസണിൽ വിളകളിറക്കി ഇൻഷുറൻസിൽ ചേരുവാൻ കാത്തിരിക്കുന്ന 1,00,000-ഓളം കർഷകർ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തങ്ങൾക്കും എൻറോൾമെന്റ് ചെയ്യാനാകുമോ എന്ന അങ്കലാപ്പിലാണ്. അവസരം ഇല്ലാതാകുമോ എന്നും കർഷകർക്കിടയിൽ ഇപ്പോൾ നിലവിലെ ആശങ്കകൾ ഉയരുന്നുണ്ട്. സബ്സിഡി ഇനത്തിൽ സംസ്ഥാന സർക്കാർ നൽകേണ്ട തുക നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് പോർട്ടൽ തുറക്കുമെന്നും രജിസ്ട്രേഷനുള്ള അവസരമൊരുക്കുമെന്നും പദ്ധതി നടത്തിപ്പുകാരായിട്ടുള്ള അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി പ്രഖ്യാപിച്ചിരുന്നു. 2 സീസണുകളിലായിട്ട് നടപ്പിലാക്കുന്ന വിള ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ 75% കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സബ്സിഡിയാണ്. അതുകൊണ്ട് തന്നെ 4/1 ചെലവിൽ നഷ്ടപരിഹാരം നേടുവാൻ കർഷകർക്കുള്ള അവസരമാണിത്. അതേസമയം 2023 ഒന്നാം വിള ഇൻഷുറൻസ് മുതൽ 2 കൊല്ലമായിട്ട് 6 സീസണുകളിലെ ക്ലെയിം കർഷകർക്ക് നൽകിയിട്ടില്ല. സംസ്ഥാന സർക്കാർ സബ്സിഡി മുടങ്ങിയതാണ് ഈ ഒരു അനിശ്ചിതത്വത്തിന് ഇടയാക്കിയത്. കഴിഞ്ഞ 10 വർഷത്തോളമായി കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി സജീവമാണ്. ഓരോ സീസണിലും 1,00,000-ഓളം കർഷകരാണ് പദ്ധതിയിൽ ചേരുകയും ഇൻഷുറൻസിന് നഷ്ടപരിഹാരം നേടുകയും ചെയ്യുന്നത്. കേരളത്തിൽ പ്രധാനമായി നെൽകൃഷിക്കും മരിച്ചിനി വാഴ, പച്ചക്കറി മുതലായ 30ഓളം മറ്റ് വിളകൾക്കുമാണ് പരിരക്ഷയുള്ളത്. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള നഷ്ടപരിഹാരവും നൽകുന്നതാണ്. പ്രീമിയത്തിന്റെ 15% മാത്രം കർഷകർ വഹിക്കുകയും 85% കേന്ദ്ര സംസ്ഥാന സർക്കാർ വഹിക്കുകയുമാണ് ചെയ്യുന്നത്. നെല്ലിന് മാത്രം വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നീ 3 സീസണുകളിലായിട്ടാണ് കേരളത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. വിരിപ്പ് ഇൻഷുറൻസ് ജൂൺ മാസത്തിലും മുണ്ടകൻ സെപ്റ്റംബർ മാസത്തിലും പുഞ്ച ഡിസംബർ മാസത്തിലുമാണ് ചെയ്യേണ്ടത്. എന്നാൽ ഈ വർഷം ജൂലൈ മാസത്തിലാണ് വിരിപ്പ് സീസണിന്റെ എൻറോൾമെന്റ് ആരംഭിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പോർട്ടൽ കൂടിയാണ് എൻറോൾമെന്റ് ചെയ്യേണ്ടത്. കർഷകർക്ക് 15% പ്രീമിയം അടച്ച് പദ്ധതിയിൽ ചേരാവുന്നതാണ്. ഇത് ഓരോ വിളയും എത്ര ഭൂമിയിൽ കൃഷി ചെയ്യുന്നു എന്നതനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ്. അക്ഷയ സെന്റർ അതോടൊപ്പം തന്നെ അംഗീകൃത ഇൻഷുറൻസ് ബ്രോക്കർമാർ, ഏജന്റുമാർ മുഖേന പദ്ധതിയിൽ ചേരുവാൻ സാധിക്കുന്നതാണ്. ചേരുവാനായില്ല എങ്കിൽ അനേകം കർഷകർ ദുരിതത്തിലാവുമെന്ന കാര്യത്തിൽ സംശയം ഉണ്ടായിരിക്കുന്നതല്ല. വളരെ പ്രധാനപ്പെട്ട ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.